ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഴയതുപോലെ തന്നെ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ അഭിനയിച്ച ഏപ്രിൽ 26 റിലീസ് ചെയ്ത പവി കെയർടേക്കർ, ആ ഒരു മൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. മൂവി ഞാൻ കണ്ടു. ഷോസൊക്കെ വളരെ കുറവായിരുന്നു. കാരണം ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ അത്യാവശ്യം നല്ല ബുക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം ബുക്കിംഗ് ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷെ ഉള്ള ആ ഷോയിൽ മൂവി അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എവിടെയൊക്കെയോ ഇഷ്ടപ്പെട്ടു മൂവി. ദിലീപേട്ടൻ്റെ മുമ്പ് ഇറങ്ങിയ 2 മൂവീസിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഈ ഒരു മൂവി എനിക്ക് തോന്നി. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ ദിലീപേട്ടൻ്റെ തന്നെ മറ്റേതെങ്കിലും മൂവിയായിട്ട് എനിക്ക് ചിലപ്പോൾ സാമ്യം തോന്നിയേക്കാം. എനിക്കും അങ്ങനെ തോന്നി. മൂവിയുടെ കുറച്ച് പോസിറ്റീവ്സിലേക്കാണ് നമുക്ക് പോവാം. അതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ്, ആ ഒരു സ്റ്റോറി, ആ ഒരു ചെറിയ മിനിമൽ പ്ലോട്ടിൽ ആ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ്. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കഥയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മളെ ഓട്ടോമാറ്റിക്കലി പിടിച്ചിരുത്തും. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇത് ഏത് രീതിയിലായിരിക്കും ഈ കഥ പോകാൻ പോകുന്നത്. ഇപ്പം ഇറങ്ങി വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടൊക്കെ നടക്കുന്ന ഒരു സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മൂവിയുടെ ഒരു സോളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളെ കുറച്ചും കൂടി എൻഗേജിങ് ആക്കാനായിട്ട് ആ ഒരു പ്ലോട്ടിന് സാധിക്കുന്നുണ്ട്. അത് മേക്കിംഗ് കൊണ്ടാണെന്ന് ഞാൻ പറയും. സ്റ്റോറി സാധാരണ ഒരു സ്റ്റോറി, പക്ഷേ നമ്മളെയൊക്കെ ഒരു എൻഗേജിങ് ആക്കിയിരുന്ന ടൈപ്പ് ഒരു മേക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. പണ്ടത്തെ ഒരു ദിലീപേട്ടൻ, പണ്ട് സ്റ്റേജൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ക്യാരക്ടറിൻ്റെ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് പുള്ളി ബോഡി ലാംഗ്വേജും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അഭിനയിക്കുന്നതൊക്കെ ആ ഒരു ദിലീപേട്ടനെ എനിക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പം അതിനനുസരിച്ച് കുറച്ച് എക്സാജറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ചാടിത്തുള്ളി നിൽക്കുന്ന ആൾ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാടിത്തുള്ളിയൊക്കെ നിൽക്കണം. അതില്ലേ, അത് പുള്ളി ആ ഒരു പ്രായത്തിലും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഒരു മരപ്പട്ടിയൊക്കെ ആയിട്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്റ്റായൊരു ഫീൽ എനിക്ക് തോന്നി. ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയാണ് ആ ഒരു മൂവി പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നത്. ഫാമിലി ഓഡിയൻസ്, അതുപോലെ തന്നെ ഒരു സിമ്പിൾ കോമഡികളൊക്കെ ഇഷ്ടപ്പെടുന്ന ടീംസൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ ഓഡിയൻസിനെ പെർട്ടിക്കുലറായിട്ട് ആ ഒരു സീനൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയത്തക്ക പെർഫോമൻസുകളൊന്നും ഇല്ല. എല്ലാവർക്കും ഓരോരോ പെർട്ടിക്കുലർ റോള് കൊടുത്തത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടനോട് പിടിച്ചു നിൽക്കുന്ന തരത്തിലൊരു പെർഫോമൻസ് വേറെ ആരുടെയും ഭാഗത്തുനിന്ന് കിട്ടിയില്ല. പിന്നെ ഉള്ളത് ജോണി ആൻ്റണി ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് മൂവിയിലുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ കാണിക്കുന്നുള്ളൂ. രാധിക ശരത് കുമാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അതും ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടങ്ങളിലായിട്ടാണ് കാണിക്കുന്നത്. കാസ്റ്റിംഗ് വൈസ് നല്ല രീതിയിൽ മൂവി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളുകളിൽ പോലും നല്ല കാസ്റ്റുകൾ കൊണ്ടുവന്ന് അതിനനുസരിച്ച് ആ ഒരു ക്യാരക്ടേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഉള്ള ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് അതിലെ കോമഡി ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെയാണ്. ദിലീപേട്ടൻ്റെ ലാസ്റ്റ് കോമഡി മൂവിയായിട്ട് വന്നിട്ടുള്ളത് വോയിസ് ഓഫ് സത്യനാഥനാണ്. എനിക്ക് ആ ഒരു മൂവി അത്രയും അതിലെ കോമഡീസ് ഒന്നും വർക്കൗട്ട് ആയില്ല. കാരണം കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിയിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇതിലെ പറയുന്ന ഓരോരോ കോമഡീസും അതൊരു ടാർഗറ്റ് ഓഡിയൻസിനെ വെച്ചുകൊണ്ട് ചെയ്തൊരു ഫീല്. ഫാമിലീസിന് എന്ത് ടൈപ്പ് കോമഡിയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും പറ്റിയ കോമഡിയാണ് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതിൽ പറയുന്ന കുറച്ച് സിറ്റുവേഷൻസ് കോമഡീസ് ഉണ്ട്. ആ സിറ്റുവേഷണൽ കോമഡി ഫാമിലീസിനും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെ മേ ബി കണക്റ്റ് ആവാം. ഈ ഒരു മൂവി ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഈ ഒരു മൂവി കണ്ടത്. അതുകൊണ്ട് തന്നെ അതിലെ ചെറിയ മൈന്യൂട്ട് സിറ്റുവേഷണൽ കോമഡീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊട്ടിച്ചിരിച്ചൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് എവിടെയൊക്കെ ഉള്ളിലൊരു ചിരി ഇങ്ങനെ വന്നൊരു ഫീല് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായതും ഇതിലെ കുറേ ചെറിയ ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ഓഡിയൻസിന് കണക്റ്റ് ആവുന്നുണ്ടെന്ന്. അത് DOPയും അതിലെ വിഷ്വൽസ് അത് കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ കളറിങ്ങും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ കൊച്ചു മൂവിയിലെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് അതിലെ വിഷ്വൽസും അതിലെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് എടുത്ത് പറയാം. മ്യൂസിക് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതിൽ 1-2 പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു ഓണപ്പാട്ടുണ്ട്, അത് അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ബാക്കി വന്ന 2 പാട്ടുകൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫീല് വന്നില്ല. അതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഓക്കെ എന്നുള്ള സിറ്റുവേഷനിലേ വന്നുള്ളൂ. അല്ലാണ്ടൊരു കേട്ടിട്ടൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന തരത്തിൽ എനിക്ക് അത്ര ഫീലൊന്നും വന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ട ഒരു ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലേ, അതൊക്കെ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടുന്നപ്പോൾ നമുക്ക് കണക്റ്റ് ആവും ആ കോമഡിയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ എനിക്ക് തോന്നി. ഇതിലെ നെഗറ്റീവായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറയുന്നുള്ളൂ. അതെനിക്ക് നെഗറ്റീവ് എന്ന രീതി ഞാൻ എടുത്ത് പറയുന്നില്ല. ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു.
സ്റ്റോറി ആദ്യം ഒരു സ്ലോ സ്റ്റാർട്ടിൽ തുടങ്ങി കുറച്ച് മൂവ് ചെയ്ത് ക്ലൈമാക്സ് വരെ എന്നെ കുറച്ചൊക്കെ എൻഗേജിങ് ആക്കി ഇരുത്തിയൊരു പോർഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ വന്നപ്പോഴേക്കും അത് നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാകും, ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ആ ഒരു സാധനത്തിൽ എനിക്കെന്തോ കുറച്ചും കൂടെ ഓക്കെയാണ്. അതൊരു ഓൾഡ് ടൈപ്പ് സ്റ്റോറി ടെല്ലിങ് രീതി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗംഭീര സാധനം വെക്കുന്നതിലുപരി ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് സിറ്റുവേഷണൽ ആപ്റ്റായിട്ടുള്ളൊരു സാധനം മിക്സ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് ആ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് നെഗറ്റീവ് തോന്നിയത്. അത്രയും എൻഗേജിങ് ആക്കി വന്നതുകൊണ്ട് കേട്ടോ. സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ നമ്മൾ എൻഗേജിങ് ആക്കുമ്പോൾ നമ്മളതിൽ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടല്ലോ. ഇവിടെ സ്റ്റോറി കംപ്ലീറ്റ് പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. ആരാകുമെന്ന് നമുക്കൊരു ഊഹവുമുണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു ചെറിയൊരു ഹിഡൻ ഒരാളെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു ഭാഗത്ത് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണ് ഇത് ഇയാളാണ് എന്ന്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അവസാനം വരെ അത് കണ്ട് അത് ആരാണെന്നൊന്ന് റിവീൽ ആവണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമായിരുന്നു. ആ റിവീലിംഗ് പോർഷൻ ഈ ഒരു സ്റ്റോറി ലൈൻ പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ, അതായത് ആ ആളെ പ്രെഡിക്റ്റബിൾ ആയിരുന്നുകൊണ്ട് തന്നെ ആ ഒരു റിവീലിംഗ് പോർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു ഫീൽ വന്നു. സിനിമയുടെ ബേസ് സ്റ്റോറി ഞാൻ പറയാം, അത് താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കേട്ടോ. പവി എന്നൊരു കെയർ ടേക്കർ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുന്ന കുറച്ച് സംഭവങ്ങൾ, ഒരു ആളെ തപ്പി അയാൾ നടക്കുന്നത്, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഐഡിയ തീമായിട്ട് പറയുന്നത്. പവി താമസിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. ആ ആംബിയൻസിൽ അദ്ദേഹം കാണാതെ എന്നാൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഷെയർ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തെ തപ്പിപ്പിടിക്കുന്നതൊക്കെയാണ് മൂവിയുടെ ഒരു ഐഡിയ തീമൊക്കെ ആയിട്ട് പറയുന്നത്. ആ ഒരു കഥയിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മളെ കുറേയൊക്കെ എൻഗേജിങ് ആക്കി, കുറേ ത്രില്ലിംഗ് ആക്കി. അയാൾ ആരാണ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഓൾറെഡി അറിയാം, ഇയാളാവാനാണ് സാധ്യത എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും നമ്മളെ കുറേയൊക്കെ എൻഗേജിങ് ആക്കി പിടിച്ചിരുത്തുന്നുണ്ട്. ക്ലൈമാക്സിൻ്റെ ഭാഗം വരുമ്പം ആ ഒരാളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് സാധനം പറയുമ്പോൾ, ഒരു സ്റ്റോറി പറയുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒരു ഓൾഡ് ടൈപ്പ് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് തോന്നി. കുറച്ച് ഓൾഡ് ടൈപ്പായിട്ട് തോന്നി. കുറച്ച് ഇമോഷണലി കുറച്ച് ആ ഭാഗത്തും കൂടെ ഒന്ന് കണക്റ്റ് ആക്കാമായിരുന്നു തോന്നി ആ ഒരു ഭാഗത്ത് കേട്ടോ. അല്ലാത്ത പക്ഷം ഒരു പട്ടിയുടെയൊക്കെ ഒരു ഭാഗങ്ങൾ, പട്ടിയാണ് പവിയുടെ കൂടെ, പുള്ളിക്കാരൻ്റെ കൂടെ അന്നും ഇന്നും എന്നൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് പറയുന്നത്. ആ പട്ടിയുടെ ഭയങ്കര ഇമോഷണൽ സാധനങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. ഈവൻ പട്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവും. അദ്ദേഹം ആ ഒരു പട്ടി മാത്രമുള്ള പവിക്ക് കൂട്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം ഒരു സിറ്റുവേഷനിൽ പട്ടിയൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആ ഒരു ഇമോഷൻ, അതേ ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ക്ലൈമാക്സിൽ വരേണ്ട ഒരു പോർഷൻ, അവിടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അവിടെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയൊരു ഫീല് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ഈ ലേഡി ക്യാരക്ടേഴ്സായിട്ട് വന്നവർ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ദേവദൂതനിലെ വിനീത് കുമാർ അദ്ദേഹമാണ്. പുള്ളി ഒരു ചെറിയ റോളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മെയിൻ ദിലീപേട്ടനും ഈ ഒരു പട്ടിയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ സൈഡായിട്ട് വരുന്നവരൊക്കെ കേട്ടോ. ഓവറോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. 1-2 ചെറിയ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ്. അല്ലാണ്ട് ഇൻഡിവിജ്വലി ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സമയത്ത് പോയി കണ്ട് അർമാദിക്കാൻ പറ്റിയ അങ്ങനത്തെ പടമൊന്നുമല്ല. സിമ്പിൾ കഥ, സിമ്പിൾ രീതിയിൽ പറയുന്നു. മെയിനായിട്ട് ഫാമിലി ഓഡിയൻസിന് കുറച്ചും കൂടെ കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റിയൊരു മൂവിയാണ് പവി കെയർ ടേക്കർ. അപ്പോൾ ഇതൊക്കെയാണ് മൂവിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ മൂവി കണ്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പോയി കാണാൻ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.